ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ ആ പ്രത്യേകതകളുടെ പേരിലല്ല അവരറിയപ്പെടുന്നത്. ഞാൻ ചില സൂചനകൾ നൽകാം, തിരിച്ചറിയൂ നിങ്ങൾ അതിഥിയെ. മധ്യ കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ജനിച്ചത്. പ്രകൃതിയെ ഒരുപാട് സ്നേഹിച്ചൊരു പെൺകുട്ടി. പൂവിനോടും പൂത്തുമ്പിയോടും കഥ പറഞ്ഞു നടന്നിരുന്ന ബാല്യം. മാനത്ത് മഴക്കാറ് കൊള്ളുമ്പോൾ അത് ആ കുട്ടിയുടെ ഹൃദയത്തെയാണ് മൂടിക്കെട്ടിയിരുന്നത്. ഏകാന്തതയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു ആ പെൺകുട്ടി. ചെറുപ്പത്തിലെ ഒരു ഗായികയാകാനായിരുന്നു മോഹം. ശാസ്ത്രീയ സംഗീതം പഠിച്ചു, അറിയപ്പെടുന്ന പാട്ടുകാരിയായി. പേരിനോടൊപ്പം സ്ഥലപ്പേര് കൂടി ചേർത്താണ് പിന്നീട് ആ പെൺകുട്ടി അറിയപ്പെട്ടത്. മനസ്സിലായോ? ജീവിതയാത്രയിൽ ആ കുട്ടി എത്തപ്പെട്ടത് ആദ്യം നാടകവേദിയിലായിരുന്നു. അവിടെ നിന്ന് പിന്നീട് മലയാള സിനിമയിലെത്തി. ഇപ്പോഴും മനസ്സിലായില്ല? കഴിഞ്ഞ 30 വർഷമായി മലയാള സിനിമയുടെ സജീവ സാന്നിധ്യമായിരുന്ന ആ പെൺകുട്ടിയെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതാ ഈ ഫോട്ടോ ശ്രദ്ധിക്കും. മനസ്സിലായോ? കവിയൂർ പൊന്നമ്മ. കഴിഞ്ഞ 30 വർഷമായി മലയാള സിനിമയിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മെ സ്നേഹിച്ച, നമ്മെ ശകാരിച്ച, നമുക്ക് താരാട്ട് പാടിത്തന്ന നമ്മുടെ പ്രിയങ്കരിയായ അമ്മ, സ്നേഹത്തോടെ നമ്മളെല്ലാവരും പൊന്നമ്മ ചേച്ചി എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി കവിയൂർ പൊന്നമ്മ. ചേച്ചിയുടെ ചില പഴയ സ്മരണകൾ, പണ്ടത്തെ ചില ഓർമ്മകൾ, അതായിക്കോട്ടെ ആദ്യം. ആയിക്കോട്ടെ. അങ്ങനത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ചില ചിത്രങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം. ഇത് കാണുമ്പോൾ നമുക്കും ഓർമ്മ വരും അല്ലേ, നമ്മുടെയൊക്കെ ബാല്യം. നമുക്കെല്ലാവർക്കും ഉണ്ട് ഇത്തരം ഓർമ്മകൾ, അനുഭവങ്ങൾ. നമുക്ക് ചേച്ചിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ആദ്യം കാണിച്ച പെൺകുട്ടി ആരാ? അത് ഞാനാ. ഇപ്പം എനിക്ക് തന്നെ ഒരു സംശയം, അത് ഞാനാണ്. അതായത് കൊച്ചിലെ സംഗീതം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ സംഗീതമായിരുന്നു മനസ്സ് നിറയെ. അങ്ങനെ എൻ്റെ മനസ്സിൽ അന്ന് എം എസ് സുബ്ലക്ഷ്മിയെ പോലെ പാട്ടുകാരിയാകണം. അപ്പോൾ എവിടുന്നാണ് എം എസ് സുബ്ലക്ഷ്മിയുടെ പാട്ടുകളൊക്കെ കേൾക്കുന്നതെന്ന്? എവിടെ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ കച്ചേരി ഉണ്ടെങ്കിലും അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു. വലിയ വലിയ ആൾക്കാരുടെ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ 5 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി സംഗീതം. ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ. അവസാനം LPR വർമ്മയുടെ കൂടെ പഠിച്ചു. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ, അങ്ങനെ അവരൊക്കെ അന്നത്തെ വലിയ ആൾക്കാരായിരുന്നു. ആ കാലത്ത് നമുക്ക് അടുപ്പമുണ്ടായിരുന്ന ചില ആളുകൾ, സഹോദരങ്ങൾ, അവരൊക്കെ നമ്മൾ വീണ്ടും കാണണം, അവരുമായിട്ടൊക്കെ വീണ്ടും പഴയ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്നൊക്കെ തോന്നില്ലേ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും സിനിമ പോലെ ഓരോന്നുണ്ട്, ആ ഓരോ സീനും ഇത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ മാറിപ്പോയി, കാപ്പിത്തോട്ടമായിപ്പോയി. കാപ്പിത്തോട്ടവും റബ്ബറും ഒക്കെ ആയിപ്പോയി. ആ വീടും ആ വീടിൻ്റെ പരിസരവും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്.